തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷ പ്രതിഷേധം. ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ ജോയ് മരിച്ചതിലാണ് ബിജെപി കൗൺസിലർമാരുടെ പ്രതിഷേധം. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വ്യാപകമായ പ്രതിഷേധം ഈ ജോയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അന്ന് തന്നെ ഈ കോർപ്പറേഷനും മേയർക്കും എതിരെ ബി.ജെ.പി. രംഗത്ത് വന്നിരുന്നു, ബി.ജെ.പി. കൗൺസിലർമാർ രംഗത്ത് വന്നിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണ് പ്രതിഷേധം? ആര്യ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടും മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടു എന്നും ആരോപിച്ചാണ് ബി.ജെ.പിയുടെ കൗൺസിലർമാർ കോർപ്പറേഷൻ ഉപരോധിക്കുന്നത്. മേയറെ ഇവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് കൗൺസിലർമാർ പറയുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ മേയർ ഇവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബി.ജെ.പി. കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇത് മാത്രമല്ല, ഈ കോർപ്പറേഷന് പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും അല്പസമയത്തിനകം തന്നെ എത്തും. ജോയിയുടെ മരണത്തിന് ഉത്തരവാദി കോർപ്പറേഷനാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് വിഷയത്തിൽ പോകാൻ തന്നെയാണ് എന്തായാലും പ്രതിപക്ഷം തീരുമാനിക്കുന്നത്. കോർപ്പറേഷന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചേക്കും എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മ്യൂസിയത്തിലേക്ക് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും പോകുന്ന റോഡ് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടയും, ആ വഴിയുള്ള ഗതാഗതം തടയും. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പാളയത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും മാർച്ച് ഇവിടേക്ക് എത്തുന്നത്. ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കോർപ്പറേഷനിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് മാത്രമല്ല, ജോയിയുടെ മൃതദേഹം കണ്ടെത്താൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് മാലിന്യ പ്രശ്നം 2 ദിവസത്തിനപ്പുറമാണ് മൃതദേഹം കണ്ടെത്താൻ പോലും കഴിഞ്ഞത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നതെല്ലാം ഈ നഗരത്തിൽ കുമിഞ്ഞുകൂടിയ മാലിന്യമായിരുന്നു. ഈ മാലിന്യം ഇവിടേക്ക് എത്തുന്നതിന്റെ, ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് എത്തുന്നതിന്റെ ഉത്തരവാദിത്വ വിഷയത്തിൽ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ റെയിൽവേയും തമ്മിലുള്ള തർക്കവും നമ്മൾ കണ്ടതാണ്. എന്തായാലും നിലവിൽ ഈ വിഷയത്തിലെ ജനകീയ വികാരം ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.